വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ മണ്ഡലം തല മെഗാ തൂഫാൻ ക്യാമ്പയിൻ നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടത്തിന് കേരള പോലീസിൽ സ്ഥിര സംവിധാനം ഉണ്ടാക്കുമെന്ന് ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന മണ്ഡലം തല മെഗാ തൂഫാൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഓപ്പറേഷൻ ക്യാമ്പയിൻ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ കേരള പോലീസ് ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ലഹരി മാഫിയ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല കേട്ടോ. കേരളത്തിൽ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ് അവർ. അവർക്കറിയാം ഓപ്പറേഷൻ തുഫാൻ ഉള്ളത് കൊണ്ട് ഇപ്പം തൽക്കാലം പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുക. അവർ പറയുന്നത് എന്താണെന്നറിയാം, അവരുടെ ഫോണൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. ഇത് തുടക്കത്തിൽ ഈ ഒരു ഗവൺമെന്റ് വന്നതിൻ്റെ ആവേശമാണ്. കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഇത് മറന്നുപോകും. അതുവരെ നമ്മുടെ ബിസിനസ് നിർത്തിവെക്കണം. ഇപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇറങ്ങാമെന്നാണ്. ആ മാഫിയക്ക് തെറ്റിപ്പറ്റിപ്പോയിരിക്കുന്നു. ഈ ഗവൺമെന്റ് കേരള പോലീസിൽ ഒരു സ്ഥിരമായ സംവിധാനം ഈ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കാൻ വേണ്ടി രൂപീകരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ADGP, ഒരു IG, എല്ലാ കേരളത്തിലെ പോലീസിന് 20 ജില്ലകളാണ്. 20 പോലീസ് ജില്ലകളാണ്. 20 ജില്ലകളിലും ഡിവൈഎസ്പിമാർ, താഴെ CIമാർ, SIമാർ, നല്ല ഒരു പോലീസ് ഘടന ഇതിനു വേണ്ടി ഉണ്ടാക്കുക. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള തൂഫാൻ വാരിയർ ബാഡ്ജ് വിതരണവും മന്ത്രി നിർവഹിച്ചു. ലഹരി വിരുദ്ധ സിനിമ നിർമ്മിച്ച ജുനൈസ് കാപ്പിനെ മന്ത്രി ആദരിച്ചു. നജീബ് കാന്തപുരം MLA അധ്യക്ഷനായി. മണ്ഡലത്തിൽ 2300 അംഗങ്ങളുള്ള തൂഫാൻ വാരിയേഴ്സ് ടീം പ്രവർത്തന സജ്ജമായതായി MLA പറഞ്ഞു. ഒരു വർഷത്തെ കൃത്യമായ പ്രവർത്തനത്തിലൂടെ പ്രതീക്ഷിത ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. VS ജോയ് MLA, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, നഗരസഭാ അധ്യക്ഷ സുരയ്യ ഫാറൂഖ്, മുൻ മന്ത്രി അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നെജ്മ തബ്ഷീറ, MB മുഹമ്മദ് ഫസൽ, V ബാബുരാജ്, AK നാസർ, അഡ്വക്കേറ്റ് AK മുസ്തഫ, അഡ്വക്കേറ്റ് S അബ്ദുസലാം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൊതുജനങ്ങൾ എന്നിവർ മെഗാ തൂഫാന്റെ ഭാഗമായി. ഈ പെട്രോളിന് നമുക്ക് എവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ മുകളിൽ രണ്ടാളും ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിലേക്ക് ഇട്ടാ, ആക്സിഡന്റ് നോട്ടാ. വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽ ഷിഫയെ കൊണ്ടുപോകാം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.